മൈ ഡിയർ പാരന്റ്സ് ആൻഡ് സ്റ്റുഡൻസ്, അപ്പം നമ്മളെല്ലാവരും റിസൾട്ടൊക്കെ അറിഞ്ഞ് അടുത്ത അധ്യയന വർഷത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും അല്ലേ? അപ്പോൾ അതിലൂടെ നമുക്കൊരു സാമ്പത്തിക സഹായം കൂടെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്നുകൂടെ ഹാപ്പിയാവും ആണല്ലോ. അപ്പോൾ നമ്മുടെ വിദ്യാധൻ സ്കോളർഷിപ്പ്, അതായത് സരോജിനി ദാമോദർ ഫൗണ്ടേഷന് നമുക്കായിട്ട് SSLC അല്ലെങ്കിൽ CBSE പാസ്സായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രതി വർഷം 10,000 മുതൽ 70,000 രൂപ വരെയാണ് സ്കോളർഷിപ്പ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കൊന്ന് അറിയണ്ടേ? അപ്പോൾ സ്കോളർഷിപ്പ് ഫോർ അപ്ലിക്കേഷൻസ് ആർ നൗ സ്റ്റാർട്ടഡ് ഇൻ കേരള 2025. +1 +2 പഠനത്തിനാണ് 10,000 രൂപ അവർ ഓഫർ ചെയ്യുന്നത്. അപ്പം അതിനു ശേഷം മികച്ച പ്രകടനമാണ് അവരെ പഠനത്തിൽ കാഴ്ചവെക്കുന്നതുണ്ടെങ്കിൽ അവരുടെ ബിരുദ പഠനത്തിലും അവർ 25 മുതൽ 75,000 വരെ നിങ്ങൾക്കായിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ സാമൂഹ്യ സേവന രംഗത്ത് സജീവമായിട്ടുള്ള നമ്മുടെ സരോജിനി ദാമോദർ ഫൗണ്ടേഷന് ഭക്ഷ്യസുരക്ഷയും അതോടൊപ്പം തന്നെ ഹെൽത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമുക്കൊക്കെ അറിയാം സംസ്ഥാന തലത്തിൽ മികച്ച ജൈവ കർഷകർക്ക് അവാർഡുകൾ എല്ലാ വർഷവും കൊടുക്കുന്നത്. അപ്പോൾ ആ സരോജിനി ദാമോദർ ഫൗണ്ടേഷൻ തന്നെയാണ് ഈ വിദ്യാഭ്യാസ രംഗത്തും ഉന്നത പഠനത്തിന് വേണ്ടിയിട്ട് നമുക്ക് സ്കോളർഷിപ്പ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കുമാരി ഷിബുലാലും, അതായത് ഇൻഫോസിസിന്റെ സഹ സ്ഥാപകയും മുൻ CEO മിസ്റ്റർ ഷിബുലാലുമാണ് നമ്മുടെ ഈ സരോജിനി ദാമോദർ ഫൗണ്ടേഷൻ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു സ്കോളർഷിപ്പാണ് നമ്മുടെ ഈ പഠന രംഗത്ത് മികച്ച കുട്ടികൾക്കായിട്ട് ഓഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആരൊക്കെയാണ് അതിനർഹര്, എന്തൊക്കെയാണ് അതിനുള്ള ക്രൈറ്റീരിയ, എന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്നൊക്കെ നമുക്കറിയണ്ടേ? അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ കുടുംബ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ താഴെയാണ് 2025 10ാം ക്ലാസ് SSLC പരീക്ഷ പാസ്സായ വിദ്യാർത്ഥികളായിരിക്കണം. അതുപോലെ SSLC പരീക്ഷയിൽ മുഴുവൻ A+ അല്ലെങ്കിൽ CBSE പരീക്ഷ എഴുതിയവരാണെങ്കിൽ A1 നേടിയിട്ടുണ്ടായിരിക്കണം. ഇനി വൈകല്യമുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിൽ SSLC അല്ലെങ്കിൽ CBSE പരീക്ഷകളിൽ മുഴുവൻ A ഉണ്ടായിരിക്കണം. ഇത്രയും ക്രൈറ്റീരിയാസ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ എന്തൊക്കെ രേഖകളാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് കൂടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആവശ്യമായ രേഖകൾ: പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, 10ാം ക്ലാസ് അല്ലെങ്കിൽ SSLC മാർക്ക് ഷീറ്റിൻ്റെ പകർപ്പ് വേണം, വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പുണ്ടായിരിക്കണം, വൈകല്യമുണ്ടെങ്കിൽ വൈകല്യ സർട്ടിഫിക്കറ്റ് കൂടി അപ്ലോഡ് ചെയ്യാൻ മറക്കരുത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള രേഖകൾ. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ www.vidyadan.org എന്നുള്ള വെബ്സൈറ്റിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങളുടെ മെയിൽ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. കാരണം അപ്ഡേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യും. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായി നോക്കിയിട്ട് മുഴുവനായിട്ടും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങളുടെ മെയിൽ എന്നും ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ലാസ്റ്റ് ഡേറ്റിന് വേണ്ടിയിട്ട് ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. കാരണം ഫസ്റ്റത്തെ 10,000 അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ www.vidyadan.org എന്നുള്ള വെബ്സൈറ്റിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ആ പോർട്ടൽ ഇപ്പോൾ ഓൾറെഡി ഓപ്പൺ ആണ്. ജൂൺ 22 ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, കാരണം അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് 10,000 അപ്ലിക്കേഷൻസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം അതും കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ എൻക്വയറീസ് ഒക്കെ ഈ പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമയമാണ് ഈ പഠനകാലം എന്ന് പറയുന്നത്. അത് മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്യുക, അതിന് പ്രാധാന്യം കൊടുക്കുക. അതുപോലെ നമുക്ക് കിട്ടുന്ന ഇത്തരം ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ന്യൂ അക്കാദമിക് ജേർണി.